വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നു. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നതെങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറെ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ചു തൃപ്തരായി. ശേഷിച്ച കഷ്ടങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അവൻ അവരെ പറഞ്ഞയച്ചതിനു ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനൂത്ത പ്രദേശത്തേക്ക് പോയി. യേശുവിന്റെ സ്നേഹാർദ്രമായ ഹൃദയം. യേശുവിന്റെ സ്നേഹാർദ്രമായൊരു ഹൃദയം വെളിപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷം. യേശുവിന്റെ പ്രബോധനങ്ങളും കാഴ്ചപ്പാടുകളിലും ആകൃഷ്ടരായി വളരെയധികം ആളുകൾ ഒരിക്കൽ യേശുവിന് ചുറ്റും കൂടിയിരിക്കുകയാണ്. യേശു അവരോട് തന്റെ ദർശനങ്ങളും തന്റെ കാഴ്ചപ്പാടുകളും വളരെ ലളിതമായ രീതിയിൽ പങ്കുവെക്കുന്നു. രസകരമായ പങ്കുവയ്പിൽ കൂടെ ജനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ വലുതു പോയത് അറിഞ്ഞില്ല എന്നുള്ള മട്ടിലായി. സുവിശേഷത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, യേശുവിന്റെ കൂടെ അവർ 3 ദിവസമായി കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനകം യേശു ശ്രദ്ധിച്ചു, ആ ജനക്കൂട്ടം പൊതുവെ ക്ഷീണിതരായിരിക്കുന്നു. അവർക്ക് ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ തീർന്നിരിക്കുന്നു. പെട്ടെന്ന് ഭക്ഷണം കൊടുക്കാൻ അത്ര എളുപ്പമല്ലാത്തൊരു സാഹചര്യം. ഇന്നത്തെ കേറ്ററിംഗ് ഫെസിലിറ്റീസ് ഒന്നും അന്നില്ലായിരുന്നു എന്ന് നാം ഓർക്കണം. അങ്ങനെ യേശു അവർ ക്ഷീണിതരായി ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അതൊരു മാനുഷികമായിട്ടുള്ള ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് യേശു കൊണ്ടുവരികയാണ്. ശിഷ്യന്മാർ അവരുടെ നിസ്സഹായത വെളിപ്പെടുത്തുന്നതാണ് അവരുടെ ഉത്തരം. സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഏകദേശം 4000-ഓളം പേര് വരുന്ന വലിയൊരു ജനാവലിയാണത്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് അവരുടെ ഭാവനയ്ക്ക് അപ്പുറത്തായിട്ട് അവർക്ക് തോന്നി. അവർ തീർത്തും നിസ്സഹായരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തില്. ഒരു തരത്തിലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിക്കാത്ത സ്ഥിതി. പക്ഷേ യേശുവിന്റെ മനസ്സിലെ ഭക്ഷണം കഴിക്കാതെ അവരെ വീടുകളിലേക്ക് തിരിച്ചു അയക്കുക അതിന് മനസ്സ് വരുന്നില്ല. കാരണം അവർ അത്രയും ക്ഷീണിതരായിരിക്കുന്നു. യേശു ഉറപ്പിച്ചു, അവർക്ക് ഭക്ഷണം കൊടുക്കുക തന്നെ വേണം. മനുഷ്യന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ യേശു പ്രവർത്തിക്കാൻ തന്നെ തയ്യാറാകുന്നു. കാരുണ്യത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തന ശൈലി ഫലാത്മകമാകുന്ന രംഗം. യേശു ജനക്കൂട്ടത്തോടായിട്ട് ചോദിക്കുന്നു, മക്കളെ, നിങ്ങളുടെ കൈവശം വല്ലതുമുണ്ടോ? ജനക്കൂട്ടത്തിൽ നിന്ന് ആരൊക്കെയോ പറയുന്നു, കുറച്ച് അപ്പകഷ്ണങ്ങളുണ്ട് നിങ്ങളുടെ കൈവശം. പിന്നെന്തുണ്ട്? കുറച്ച് ചെറിയ മീൻ പൊടിയുണ്ട്. ഇത്രയോ നിങ്ങളുടെ കൈവശം ബാക്കിയുള്ളോ? പക്ഷേ ഈ 6-7 അപ്പകഷ്ണം കൊണ്ടോ അല്പം ചെറു മീൻ കൊണ്ടോ 4000 പേർക്ക് എങ്ങനെ ഭക്ഷിക്കാനാകും? അവരും കൈമലർത്തി. യേശു അവരോടായിട്ട് പറയുന്നു, നിങ്ങളുടെ കൈവശമുള്ള ഭക്ഷണത്തിന്റെ അംശം കൊണ്ടുവരിക. അവരാവേശത്തോടു കൂടി യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുന്നു. യേശു അവ സ്വീകരിച്ചതിന് ശേഷം പ്രാർത്ഥനാ നിർഭരമായി
ആ അപ്പത്തെയും മീനിനെയും ആശീർവദിക്കുന്നു. അത്ഭുതം എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ വർദ്ധിക്കുന്നു, മീൻ അങ്ങനെ പെരുകുന്നു. യേശു അവരോടായിട്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവിടെയുള്ള പുൽത്തകടികളിൽ ഇരിക്കുക. ശിഷ്യന്മാരുടെ സഹായത്തോടുകൂടെ എല്ലാവർക്കുമായിട്ട് വിളമ്പാൻ വേണ്ട ഏർപ്പാട് ചെയ്യുന്നു. 14,000 പേര് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. അവരെല്ലാവരും സംതൃപ്തിയോടുകൂടെ ഭക്ഷിച്ചു, ബാക്കിയും അവശേഷിച്ചു എന്നാ പറയുന്നത്. മനുഷ്യന്റെ യഥാർത്ഥ ആവശ്യങ്ങള്, ആ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് യേശു ഒരു തരത്തിലും വിമുഖത കാണിക്കാത്ത ഒരു വ്യക്തിയാണ് യേശു. അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടുപോലും അത് നിർവഹിക്കാൻ തയ്യാറാകുന്ന യേശു. യേശുവിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി യേശു ഒരിക്കലും അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ വിശക്കുന്ന ആളുകളുടെ വിശപ്പ് മാറ്റാനാണ് യേശു പ്രവർത്തിച്ച അത്ഭുതം. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. യേശു അവരിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് മറ്റു പ്രദേശത്തേക്ക് നീങ്ങുന്നു. നാം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയെടുക്കണം ഈ സുവിശേഷത്തിൽ നിന്ന്. മനുഷ്യരായ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ട രീതിയിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും യേശു അതിനെ പ്രത്യുത്തരം കണ്ടെത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും സ്നേഹാദരമായിട്ടുള്ള ആ ഹൃദയം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കും എന്നുള്ള സന്ദേശം നാം ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് സമാഹരിച്ചെടുത്താൽ സുവിശേഷ സന്ദേശം നാം ഗ്രഹിച്ചു എന്ന് വിചാരിക്കാം.